ഓക്കെ, റെഡി. നമ്മള് മഴനിലാവിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. ഞങ്ങൾ ഒരുപാട് വർഷമായി ഇവിടെ ഞങ്ങൾ മഞ്ചേരി വേദി കലാ സാംസ്കാരിക സംഘം ഉണ്ടല്ലോ അവിടെ വരുന്നത്. ഓ, അപ്പോ ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ വരാറുണ്ട്. എല്ലാ വർഷവും വരാറുണ്ട്. എത്ര വർഷം? ഒരു 5-6 വർഷമായിട്ടുണ്ടാവും. 5-8 വർഷമായിട്ട് വരാറുണ്ട്. തൃക്കലങ്ങോട് കാരക്കുന്ന് എന്ന സ്ഥലത്താണ് വീട്. എല്ലാ വർഷവും വരാറുണ്ട്. നല്ല പരിപാടി. തീർച്ചയായിട്ടും ഞാൻ എല്ലാ വർഷവും പങ്കെടുക്കാറുണ്ട്. നല്ലൊരു പരിപാടിയാണ്. ഇവിടുത്തെ കഞ്ഞിയും പുഴുക്കും അതന്നെ പ്രത്യേക രസമാണല്ലോ. എല്ലാ വർഷം തോറും പ്രോഗ്രാം കാണും, തീർച്ചയായിട്ടും കാണും. ഞങ്ങളെ കൂട്ടായ്മയുടെ പരിപാടി ഉണ്ട്. ഇവിടെ ഞങ്ങളൊരു കലാകാരനുണ്ട്, മിഥിലേഷ് എറണാള്, അദ്ദേഹത്തിന്റെ പരിപാടിയുണ്ട്. നല്ലൊരു പരിപാടിയാണ്. മഴനിലാവിൽ ഒരുപാട് പ്രാവശ്യം ഇതുവരെ നടന്ന എല്ലാ മഴനിലാവിലും പങ്കെടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. വളരെ നല്ലൊരു പ്രോഗ്രാമാണ്. ഇതിലെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഈ ഒത്തുചേരലാണ് ഇതിലെ ഏറ്റവും വലിയ. ഈ കാലത്ത് നമ്മൾ ഇതിനൊക്കെ ഈ ഒത്തുചേരലില് നമ്മളും പങ്കാളികളാകുക എന്നുള്ളതാണ്. അത് നമ്മൾ ഒരു ഐക്യദാർഢ്യമാണ്. ഈ നാട്ടില് ഇങ്ങനെ ഇവിടെ ഒത്തുചേർന്നതിന് നമ്മൾ പങ്കാളികളാവുന്നുള്ള ഒരു ഐക്യദാർഢ്യമാണ് ഞങ്ങളുടെ എല്ലാവരും. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ തുടർച്ചയായിട്ട് പങ്കെടുക്കാറുണ്ട്. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ മഴനിലാവ് ഒരു ഒത്തുചേരലാണ്. മനുഷ്യനെ കൂടിയിരുത്തുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലുത്. അത് കലയും കായികമാണ് ഇന്ന് ലോകത്ത് മനുഷ്യരെ കൂട്ടിയിരുത്തുന്നത്. അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും പേരിലായിരിക്കും അവനവൻ്റെ സംഘടന, മതം, സൊസൈറ്റി, എന്താ പറയുക, നമ്മളെ റെസിഡൻസ് അസോസിയേഷൻസ്, എന്തെങ്കിലും ഒരു ലേബലിലായിരിക്കും കൂട്ടിയിരുത്തുക. ഇത് അതൊന്നും ഇല്ലാതെ മനുഷ്യരെ കൂട്ടിയിരുത്തുക എന്നുള്ളതാണ്. അതായത് ഇവിടെ കല മാത്രം. ലോകത്ത് ഇന്നും ഇപ്പോൾ ഫുട്ബോൾ കഴിഞ്ഞു, ലോകത്ത് കലയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മതം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതായത് അത്രയും ജനങ്ങളെ കൂട്ടിയിരുത്തുന്ന ഒരു ഫുട്ബോള്, ഒരു ഭൂമിയോളം, ഒരു ബോളോളം ചെറുതായ ഒരു സംഭവം ഫുട്ബോൾ ആയ പോലെ കലയെ ഉള്ള സ്ഥലത്ത് മനുഷ്യർ കൂടിയിരിക്കും. ഇവിടെ മനുഷ്യന്റെ ജാതിയോ മതമോ ഒന്നും സംസാരമേ അല്ല, അത് പറയാൻ തന്നെ പാടില്ല. കാരണം അത്രത്തോളം മനുഷ്യനെ കൂട്ടിയിരുത്താൻ കഴിയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പരിപാടി എന്നും പ്രശംസനീയമാണ്. അത് നമ്മുടെ ദേവേട്ടനും ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വക്കീൽ സാറ് ഇന്നിതൊക്കെ എന്നെ കാണുന്നുണ്ടാവും എന്ന് കരുതുക. അദ്ദേഹം എന്നെ എല്ലാവരുടെയും ഇടയിൽ നടന്നുകൊണ്ട് എല്ലാവരെയും ഒന്ന് വിഷ് ചെയ്യുക. പ്രോഗ്രാം കാണൽ രണ്ടാമതായിരിക്കും പല ആളുകൾക്കും. ഈ ഒരു കൂടിച്ചേരലും മഞ്ചേരിയിലെ ആളുകളെ എല്ലാവരും തമ്മിൽ പരിചയപ്പെടാനും, ഇങ്ങനെ മഞ്ചേരിയിൽ വേറൊരു പ്രോഗ്രാം ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ അത് ഏതെങ്കിലും ഒരു ലേബൽ ഒട്ടിച്ചതായിരിക്കും. ഒരു ലേബലും ഒട്ടിക്കാതെ ദേവേട്ടന്റെ നേതൃത്വത്തിലും ഇതുവരെ ഉണ്ടായ നമ്മളെ വക്കീലിന്റെ നേതൃത്വത്തിൽ ചെയ്തൊരു പരിപാടി എന്നുള്ള നിലക്ക് എത്ര നന്ദി പറഞ്ഞാലും ഇതിനൊന്നും ആവില്ല എന്നുള്ള എനിക്ക് പറയുള്ളത്. വേദി കലാ സാംസ്കാരിക സംഘത്തിന്റെ ആളുകളാണ് ഞങ്ങളൊക്കെ മഞ്ചേരിയിൽ. നല്ലൊരു പ്രോഗ്രാമാണ്. പിന്നെ എല്ലാവരും ഒരു ഒറ്റക്കൊടക്കുള്ള വാവം എന്ന് പറയുന്നത് തന്നെ ഈ നേരത്ത് നമ്മൾ ഒത്തുചേരുക എന്ന് പറയുന്നത് തന്നെ നല്ല കാര്യം തന്നെയാണ്. മഴനിലാവിൽ എല്ലാത്തിലും വരാറ്. ഇതൊരു ശരിക്കും ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാ കലാകാരന്മാരെയും കാണാനും ഈ ഒരു ദിവസം നമുക്ക് എല്ലാവരെയും കാണാനും എല്ലാവരും വിഷ് ചെയ്യാനും പറ്റുന്ന ഉദാത്തമായിട്ടുള്ളൊരു ദിനം. അതായിട്ടാണ് നമ്മൾ പരിശുദ്ധമായൊരു ദിനമായിട്ടാണ് കാണുന്നത്. മഴനിലാവ് നല്ലൊരു പ്രോഗ്രാമാണ്. ഇതെല്ലാവരും എല്ലാ വർഷവും പങ്കെടുക്കാറുള്ളതാണ്. അതുപോലെ എല്ലാവരും പറഞ്ഞത് തന്നെ വീണ്ടും പറയാനുള്ളൂ. നല്ല പരിപാടി. കലയുടെ പേരിലുള്ള ഈ ഒന്നിച്ചിരുത്തം അത് ഒരു 5-6 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഞങ്ങളെല്ലാവരും ഈ ടീമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വക്കീലില്ലാത്തൊരു മഴനിലാവാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് വലിയൊരു സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്നാലും അദ്ദേഹത്തിൻ്റെ പുസ്തകവും പല കാര്യത്തിലുമായിട്ട് അതൊരു ഓർമ്മയായിട്ട് നിലനിൽക്കുന്നു. മാത്രമല്ല അദ്ദേഹം ഉണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഒരുപാട് നാട്ടിൽ നിന്ന്, തിരുവനന്തപുരത്ത് വരെ ഇവിടെ ആള് വന്നിട്ടുണ്ട്. പല ഭാഗത്തു നിന്ന് പല രീതിയിൽ. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടും കൂടുതൽ ആളുകൾ, എല്ലാ പ്രാവശ്യത്തെക്കാട്ടും കൂടുതൽ ആളുകൾ ഈ പ്രാവശ്യമാണ് പങ്കെടുത്തതെന്നുള്ള വലിയ സന്തോഷം കിട്ടുന്ന കാര്യമാണ്.